Good morning, all. Good morning, ma'am. Good morning, ma'am. Good morning, Good morning, ma'am. കഴിഞ്ഞ ദിവസത്തെ നോക്കിയോ എല്ലാവരും? നോക്കിയോ? എന്താണ് പറയാത്തത്? നോക്കിയില്ല? നോക്കി? ക്ലിയർ ആണോ എല്ലാവർക്കും? ഡൗട്ട്സ് വല്ലതും ഉണ്ടോ? ഓക്കെ ആണ്. ഗുഡ് മോർണിംഗ്. ഓക്കെ. Not reviewing the data വരല്ലേ മിസ് എടുത്തത്? പിക് ഫോൾസ് വരല്ലേ മിസ്? പിക് ഫോൾസ് അല്ലേ എടുത്തോണ്ടിരിക്കുന്നത്? കോമൺ പിക് ഫോൾസ്. ഓക്കെ, അതിൽ ലാസ്റ്റ് പോയിന്റ് ആണല്ലേ എടുക്കേണ്ടത്. ഒബ്ജക്ടിവിറ്റി ആൻഡ് ഇൻഡിപെൻഡൻസ്. നമ്മൾ ഫസ്റ്റ് തന്നെ പറഞ്ഞു ഒരു ഓഡിറ്റിംഗ് അല്ലെ, എങ്ങനെയുള്ളതായിരിക്കണം ഓഡിറ്റിംഗ്? വസ്തുനിഷ്ഠവും സ്വതന്ത്രവുമായിരിക്കണം അല്ലെ, ഇൻഡിപെൻഡന്റും ആയിരിക്കണം അല്ലെ. അതിലെ ഓഡിറ്റേഴ്സിന്റെ പ്രവർത്തനങ്ങള് ആരെങ്കിലും നിയന്ത്രിക്കാൻ പാടുണ്ടോ? കൺട്രോൾ ചെയ്യാൻ പാടുണ്ടോ പ്രവർത്തനങ്ങള്? ഓഡിറ്റിംഗ് ഫങ്ഷൻസ് ഇല്ല അല്ലെ. അപ്പൊ എന്താണ് ഒരു ഒബ്ജക്ടിവിറ്റി? എന്താണ് ഓരോ കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് അസസ് ചെയ്ത് അല്ലെ, റെക്കോർഡ്സുകളാവട്ടെ, ഡോക്യുമെന്റ്സുകളാവട്ടെ അല്ലെ, ഓപ്പറേഷൻസ് ആവട്ടെ അല്ലെ, എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ അസസ് ചെയ്ത് അതിന്റെ പ്രവർത്തനങ്ങൾ ഒബ്ജക്റ്റീവ് വസ്തുനിഷ്ഠവും ഇൻഡിപെൻഡൻസും ആയിരിക്കണം. അപ്പൊ ഇതിൽ പറയുന്നത് എന്താന്ന് നോക്കിയേ, ഇതിൽ വരുന്ന പിറ്റ്ഫോൾസ് എന്താന്ന് നോക്കിയേ. This has become particularly important in the smaller organization. ഇത് ചെറിയ ഓർഗനൈസേഷൻ ആണ് ഇത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് പ്രാധാന്യമായിട്ടുള്ളത്. In larger organization, internal auditors report to a board of directors or an auditing committee. നമുക്ക് ഫസ്റ്റ് തന്നെ പറഞ്ഞു അല്ലെ, അവര് ഇന്റേണൽ ഓഡിറ്റേഴ്സ് ആ റിപ്പോർട്ട് ആർക്കാണ് കൊടുക്കുന്നത്, സമർപ്പിക്കുന്നത് ആർക്കാണ്? ഡയറക്ടർക്ക് അല്ലെ, ബോർഡ് ഓഫ് ഡയറക്ടർക്കോ അല്ലെങ്കിൽ ഓഡിറ്റ് കമ്മിറ്റിക്ക് ആയിരിക്കും അല്ലെ ആ ഒരു ഇന്റേണൽ ഓഡിറ്റിന്റെ റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. നെക്സ്റ്റ് അപ്പൊ ഇതിൽ പറഞ്ഞിരിക്കുന്നതാണ് ലാർജർ ഓർഗനൈസേഷൻ, വലിയ വലിയ ഓർഗനൈസേഷനില് ഇന്റേണൽ ഓഡിറ്റിന്റെ റിപ്പോർട്ടുകൾ ബോർഡ് ഓഫ് ഡയറക്ടർക്കോ അല്ലെങ്കിൽ ഓഡിറ്റ് കമ്മിറ്റിക്കോ ആയിരിക്കും നൽകുന്നത്. ബട്ട് ഇൻ സ്മോളർ കമ്പനീസ്, ചെറിയ കമ്പനീസിൽ ഇതാർക്കാണ് കൊടുക്കുന്നത്? ആൻഡ് ഇന്റേണൽ ഓഡിറ്റർ മേ ബി റിപ്പോർട്ടിംഗ് ടു ദ സെയിം പേഴ്സൺ ഓർ ഗ്രൂപ്പ് ദേ ആർ ഓഡിറ്റിംഗ്. ആരാണോ ഓഡിറ്റിംഗ് നടത്തുന്നത് അവർക്ക് തന്നെയോ അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പിനോ തന്നെ, ഓഡിറ്റിംഗ് ഗ്രൂപ്പിനോ തന്നെ ആയിരിക്കും ആ റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. അപ്പൊ എന്ത് വരാം? അവിടെ പിഴവുകൾ വരാം അല്ലെ. ചിലപ്പോ എല്ലാ കാര്യങ്ങളും വിലയിരുത്തവരാ സ്വന്തമായിട്ട് തന്നെയാണ് ഇല്ല അല്ലെ, അവരതിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ വരുത്താം അല്ലെ. എല്ലാ കാര്യങ്ങളും അവർ വാലിഡേറ്റ് ചെയ്യില്ല അല്ലെ. അപ്പൊ നോക്കിയേ, the crucial factor is remaining impartial, independent and having a forward looking mindset അല്ലെ. എങ്ങനെയായിരിക്കണം ഇതിന്റെ ക്രൂഷ്യൽ പാർട്ട് അല്ലെ, ഫാക്ടർ, നിർണായക ഘടകങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ ഫസ്റ്റ് തന്നെ പറഞ്ഞു, ഇംപാർഷ്യൽ ആയിരിക്കണം അല്ലെ, നിഷ്പക്ഷമായിരിക്കണം. ആർക്കെങ്കിലും ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കാൻ പാടുണ്ടോ? ഇല്ല. ഏതെങ്കിലും ഒരു പേഴ്സൺസിനോ ഗ്രൂപ്പുകൾക്കോ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ പാടില്ല അല്ലെ. നിഷ്പക്ഷമായിരിക്കണം. പിന്നെ എങ്ങനെയുള്ളതായിരിക്കണം? ഇൻഡിപെൻഡന്റ് ആയിരിക്കണം അല്ലെ, സ്വതന്ത്രമായിരിക്കണം അല്ലെ. എല്ലാ സ്ഥലങ്ങളിലും അവർക്ക് ഓഡിറ്റ് നടത്താനുള്ള അവകാശമില്ലേ, വിലയിരുത്താനുള്ള അവകാശമില്ലേ? ഏതൊരു ഡിപ്പാർട്ട്മെന്റിലെ പ്രവർത്തനങ്ങളായാണ് അല്ലെ. അപ്പൊ ഇൻഡിപെൻഡന്റ് ആയിരിക്കണം. ആൻഡ് ഹാവിങ് എ ഫോർവേഡ് ലുക്കിംഗ് മൈൻഡ് സെറ്റ് അല്ലെ. അവരുടെ ചിന്തകൾ എങ്ങനെയായിരിക്കണം? ഫോർവേഡ് മൈൻഡ് ആയിരിക്കണം അല്ലെ. അല്ലേ? അപ്പൊ അങ്ങനെയുള്ള അതൊക്കെയാണ് ഇതിന്റെ നിർണായക ഘടകങ്ങൾ എന്ന് പറയുന്നത്. ഒരു ഓഡിറ്റിങ്ങിന്റെ നിർണായക ഘടകങ്ങൾ എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? നിഷ്പക്ഷമായിരിക്കണം അല്ലെ,
ഇംപാർഷ്യൽ ആയിരിക്കണം, ഇൻഡിപെൻഡന്റ് ആയിരിക്കണം അല്ലെ, സ്വതന്ത്രമായിരിക്കണം, കൂടാതെ ഫോർവേഡ് മൈൻഡ് കൂടി ആയിരിക്കണം. നെക്സ്റ്റ് പറയുന്നത് റിമെമ്പർ ദാറ്റ് ആൻ ഇന്റേണൽ ഓഡിറ്റർ ഈസ് ട്രൈങ് ടു ഹെൽപ്പ് ആൻഡ് ഷുഡ് ബി അലൗഡ് ടു ഡു സോ ഈവൻ ഇഫ് ദ റിസൾട്ട് ആർ ഹാർഡ് ടു ഹിയർ. എങ്ങനെയായിരിക്കണം ഇന്റേണൽ ഓഡിറ്റ്? അവിടെ എന്തിനാണ് ട്രൈ ചെയ്യുന്നത്? പരിശ്രമിക്കുന്ന എന്തിനാണ്? ഹെൽപ്പ് ചെയ്യാൻ അല്ലെ. അവിടുത്തെ പ്രവർത്തനങ്ങള് എന്തെങ്കിലും പഴുതുകളുണ്ടോ അല്ലെ, പോരായ്മകളുണ്ടോ എന്ന് കണ്ടെത്തി അത് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ, ചേഞ്ചസ് വരുത്താൻ വേണ്ടിയിട്ടല്ലേ. അപ്പൊ എന്താ, ഹെൽപ്പിന് വേണ്ടിയിട്ടാണ് അല്ലെ. കൂടാതെ എന്താണ് നമ്മ പറയാറില്ലേ, കൈപ്പേറിയ കാര്യങ്ങള് നമുക്ക് കേട്ടാല് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങൾ അല്ലെ, ഹാർഡ് ടു ഹിയർ, കേട്ടാല് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളാണെങ്കിലും അവരെന്ത് പറയണം, തുറന്നു പറയണോ ആ ഒരു റിസൾട്ട് കൊണ്ട്. ചിലപ്പോ എന്താണ്, ആരെങ്കിലും കള്ളത്തരങ്ങൾ കാണിച്ചത് വരാം അല്ലെ, ഫ്രോഡ് കാണിച്ചത് വരാലോ. ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റിലുള്ള ആളുകള് ചിലപ്പോ ഫിനാൻഷ്യൽ ആയിട്ട് കള്ളത്തരങ്ങൾ കാണിച്ചിട്ടുണ്ടാവാം അല്ലെ. അപ്പൊ അങ്ങനെയുള്ള അതെന്താണ്, നമുക്ക് കേൾക്കാൻ ഇഷ്ടമുള്ള കാര്യങ്ങളാണോ അതൊക്കെ? ഒരാൾ കള്ളത്തരം കാണിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരാൾ പറ്റിച്ചിട്ടുണ്ട് അല്ലെ, നമ്മളെ പറ്റിച്ച് ചീറ്റ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ കേൾക്കാൻ നമുക്ക് ഇഷ്ടപ്പെടോ? ഇല്ല. അപ്പൊ എന്താണ്, ഇങ്ങനെയുള്ള ഹാർഡ് ടു ഹിയർ, നമുക്ക് കേൾക്കാൻ ഇഷ്ടമില്ലാത്ത കാര്യങ്ങളാണെങ്കിലും അവരെന്ത് പറയണം, തുറന്നു പറയണം അല്ലെ. ഓക്കെ, അതൊക്കെയാണ് ഒബ്ജക്ടിവിറ്റി ആൻഡ് ഇൻഡിപെൻഡൻസിൽ വരുന്നത്. ക്ലിയർ ആയോ? ഓരോ ഇന്റേണൽ ഓഡിറ്റിലും അവരെങ്ങനെയാണ് വസ്തുനിഷ്ഠവും സ്വതന്ത്രമായിട്ടുമായിരിക്കണം വിലയിരുത്തേണ്ടത്. ഒരാൾക്കും ഇമ്പോർട്ടൻസ് കൊടുക്കുകയോ കൈപ്പേറിയ കാര്യങ്ങൾ പറയാതിരിക്കുകയോ ഒന്നും ചെയ്യരുത്. കൂടുതലായിട്ടും ഇത് എവിടെയാണ്, സ്മോളർ ഓർഗനൈസേഷനിലാണ് ഇത് കൂടുതലായിട്ടും പ്രാധാന്യമുള്ളത്, ഇമ്പോർട്ടൻസ് ഉള്ളത്. ഓക്കെ ആണോ? ഓക്കെ. പിന്നെ നമ്മ പറയാനുണ്ട്, എന്തൊരു കാര്യം ചെയ്യുമ്പോഴല്ലേ, ഇപ്പൊ JCIയില് അല്ലെങ്കിൽ NAB പറഞ്ഞപ്പോ പറഞ്ഞു, അവരവരുടെ പ്രവർത്തനങ്ങള് സർട്ടൻ ക്രൈറ്റീരിയ വെച്ചിട്ടല്ലേ ചെയ്യുന്നത്, മാനദണ്ഡങ്ങൾ വെച്ചിട്ടാണ് അല്ലെ. നമ്മള് എന്തൊരു കാര്യം ചെയ്യുമ്പോഴും അങ്ങനെയല്ലേ, സർട്ടൻ ക്രൈറ്റീരിയ ഉണ്ടായിരിക്കും അല്ലെ, സ്റ്റാൻഡേർഡ്സുകൾ ഉണ്ടായിരിക്കും. അതേപോലെ നമുക്ക് ഇന്റേണൽ ഓഡിറ്റിംഗ് നടത്തണമെങ്കിൽ സർട്ടൻ ക്രൈറ്റീരിയാസ് ഉണ്ട്. നോക്കിയേ, അതെന്താണ് നോക്കിയേ, പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ്സ് ഇൻ ഇന്റേണൽ ഓഡിറ്റ്. ഇന്റേണൽ ഓഡിറ്റിന്റെ പ്രൊഫഷണൽ ആയിട്ടുള്ള സ്റ്റാൻഡേർഡ്സുകൾ എന്ന നിലവാരങ്ങൾ അല്ലെ, എന്തൊക്കെയാണ്? ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്റേണൽ ഓഡിറ്റേഴ്സ് IIA, ചോദ്യം ചോദിക്കാട്ടോ. IIA സ്റ്റാൻഡ്സ് ഫോർ, മാർക്ക് ചെയ്യാം, has set the internationally recognized frameworks for ഇന്റേണൽ ഓഡിറ്റ്. ഒരു ഇന്റേണൽ ഓഡിറ്റിംഗ് നടത്തുന്നതിനുള്ള എന്താണ്, ഇന്റർനാഷണൽ അല്ലെ, അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിച്ച ഒരു ഫ്രെയിംവർക്ക്, ഒരു ചട്ടക്കൂടാണ് IIA, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്റേണൽ ഓഡിറ്റ്. സോറി, ഇന്റേണൽ ഓഡിറ്റേഴ്സ് അംഗീകരിച്ച എന്താണ്, ഒരു എന്താണ്, ഇന്റർനാഷണലി റെക്കഗ്നൈസ്ഡ് അല്ലെ, അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിച്ച ഫ്രെയിംവർക്കുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും എന്ത് നോക്കുന്നത്, ഇന്റേണൽ ഓഡിറ്റിംഗ് നടത്തുന്നത്. ക്ലിയർ ആയോ? അങ്ങനെയുള്ള ആ ഫ്രെയിംവർക്ക്, ആ ഒരു ചട്ടക്കൂടിനെ എന്താണ് പറയുന്നത് നോക്കിയേ, ഇറ്റ് ഈസ് കോൾഡ് ദി ഇന്റർനാഷണൽ പ്രൊഫഷണൽ പ്രാക്ടീസ് ഫ്രെയിംവർക്ക്. ആ ഒരു ചട്ടക്കൂടിനെ നമ്മൾ എന്ത് പറയുന്നു, ഇന്റർനാഷണൽ പ്രൊഫഷണൽ പ്രാക്ടീസ് ഫ്രെയിംവർക്ക്. ക്ലിയർ ആയോ? ഇന്റർനാഷണൽ ലെവലിൽ അംഗീകരിച്ചിട്ടുള്ള ഒരു ഇന്റേണൽ ഓഡിറ്റ്സിന്റെ ചട്ടക്കൂടാണ് എന്ത്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്റേണൽ ഓഡിറ്റേഴ്സ് അല്ലെ. ഇതിന് പറയുന്നത് എന്താണ്, ഇന്റർനാഷണൽ പ്രൊഫഷണൽ പ്രാക്ടീസ് ഫ്രെയിംവർക്ക്. The IPPF provides mandatory and strongly recommended guidance അല്ലെ. ഇതാണ് ഒരു ഇന്റേണൽ ഓഡിറ്റിന് ആവശ്യമായിട്ടുള്ള, എന്ത് പറയുന്നുണ്ട്, നിർബന്ധമായിട്ടുള്ളത് അല്ലെ, മാൻഡേറ്ററി ആൻഡ് സ്ട്രോങ്ലി റെക്കമെൻഡഡ് അല്ലെ, സ്ട്രോങ്ലി റെക്കമെൻഡ് ചെയ്യുന്ന മാർഗനിർദ്ദേശങ്ങളാണ് എന്തിൽ പറയുന്നത്,
IPPF പറയുന്നത്? ചോദിക്കാട്ടോ, ക്വസ്റ്റ്യൻ വരാട്ടോ, അടയാളപ്പെടുത്താം. ക്വസ്റ്റ്യൻ എന്തായാലും വരുന്നതാണ്, ഷുവർ ആണ് കേട്ടോ. IPPF പ്രൊവൈഡ്സ്, എന്താണ് IPPF പ്രൊവൈഡ് ചെയ്യുന്നത്? ഇന്റേണൽ ഓഡിറ്റിന് ആവശ്യമായിട്ടുള്ള നിർബന്ധമായിട്ടുള്ളതും പിന്നെ സ്ട്രോങ്ലി ശുപാർശ ചെയ്യുന്നതുമായ, അല്ലെ, റെക്കമെൻഡ് ചെയ്യുന്നതുമായ ഗൈഡൻസ്. നെക്സ്റ്റ് പറയുന്നത് these are standards that are applied by over 1,60,000 internal auditors who are working globally within the framework. അല്ലെ, ഗ്ലോബലി നമ്മുടെ അന്താരാഷ്ട്ര തലത്തില് എത്ര ഓഡിറ്റേഴ്സ് ഇത് യൂസ് ചെയ്യുന്നുണ്ട്? ഈ IPPF 1,60,60,000 കൂടുതൽ ഇന്റേണൽ ഓഡിറ്റേഴ്സ് ആണ് ഇത് ഉപയോഗിച്ച് ഓഡിറ്റിംഗ് നടത്തിയിട്ടുള്ളത്. ഓക്കെയാണോ? ഈ സ്റ്റാൻഡേർഡ്, അല്ലെ, IPPF-ന്റെ ഗൈഡൻസ് നോക്കി, ഗൈഡ് ലൈൻസ് നോക്കിയിട്ട് അന്താരാഷ്ട്ര തലത്തില് നമ്മുടെ ഗ്ലോബൽ ലെവലില് 1,60,60,000 കൂടുതൽ ഇന്റേണൽ ഓഡിറ്റേഴ്സ് ആണ് ഓഡിറ്റിംഗ് നടത്തിയിട്ടുള്ളത്. ഓക്കെ അല്ലേ? ഓക്കെ മിസ്, ഫസ്റ്റ് ക്ലാസ് എടുത്തപ്പോ നിങ്ങൾക്ക് ഇന്റേണൽ ഓഡിറ്റേഴ്സും എക്സ്റ്റേണൽ ഓഡിറ്റേഴ്സും തമ്മിലുള്ള ഒരു ഡിഫറൻസ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? എന്നിട്ടാണ് മിസ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തത്. ഓർമ്മയുണ്ട് അല്ലെ? ഇന്റേണൽ ഓഡിറ്റേഴ്സ് എന്താണ് വിലയിരുത്തുന്നത് എന്ന് പറഞ്ഞപ്പോ നിങ്ങൾ ഇത്രയും പഠിച്ചപ്പോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇന്റേണൽ ഓഡിറ്റിംഗിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വിലയിരുത്തുന്നത്? അവിടുത്തെ ഓപ്പറേഷൻസ്, പ്രോസസ്, ഓപ്പറേഷൻസ്, ഓർഗനൈസേഷൻ ഫങ്ഷൻസ്, ഓൾ അല്ലെ, ഫിനാൻഷ്യൽ ഓവറോൾ പ്രവർത്തനങ്ങൾ അല്ലെ. നമ്മുടെ എക്സ്റ്റേണൽ ഓഡിറ്റിൽ എന്താണ് വിലയിരുത്തുന്നത്? എക്സ്റ്റേണൽ ഓഡിറ്റേഴ്സിൽ ഫിനാൻസ് അല്ലെ, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകൾ, ഫിനാൻഷ്യൽ റിപ്പോർട്ടുകൾ ഒക്കെ അല്ലെ. പിന്നെ ഇന്റേണൽ ഓഡിറ്റിംഗ് നടത്തുന്നത് ആരാണ്? ഇന്റേണൽ ഓഡിറ്റിംഗ് നടത്തുന്നത് ആരാണ്? വിത്തിൻ ദ ഓർഗനൈസേഷൻ അല്ലെ, ഓർഗനൈസേഷന്റെ ഉള്ളിൽ തന്നെയുള്ള ഒരു ഡിപ്പാർട്ട്മെന്റോ അല്ലെങ്കിൽ ഗ്രൂപ്പുകളോ ആയിരിക്കും അല്ലെ. എക്സ്റ്റേണൽ ഓഡിറ്റ് നടത്തുന്നത് ആരാണ്? എക്സ്റ്റേണൽ ഓഡിറ്റിംഗ് തേർഡ് പാർട്ടി അല്ലെ, പുറത്തു നിന്നുള്ള ഒരാളല്ലേ, പുറത്തു നിന്നുള്ള ഒരു തേർഡ് പാർട്ടി ഏജൻസി ആയിരിക്കും എക്സ്റ്റേണൽ ഓഡിറ്റിംഗ് നടത്തുന്നത് അല്ലെ. നെക്സ്റ്റ്, പീരീഡ് എങ്ങനെയാണ്, എപ്പോഴൊക്കെയാണ് ഇന്റേണൽ ഓഡിറ്റിംഗ് നടത്തുന്നത്? ഇന്റേണൽ ഓഡിറ്റിംഗ് കണ്ടിന്യൂസ് ആയിട്ടുള്ളതാണ് അല്ലെ. എക്സ്റ്റേണൽ ഓഡിറ്റിംഗോ ഒരു തവണ, ഇയർലി 1 ടൈംസ് അല്ലെ. പിന്നെ നമ്മുടെ ഇന്റേണൽ ഓഡിറ്റിംഗ്സിൽ എന്താണ്? ഓപ്പറേഷണൽ എഫിഷ്യൻസി വൺസ് ഇൻ എൻ ഇയർ അല്ലെ. ഓക്കെ, നോക്കാം നമുക്ക്. നിങ്ങൾക്കൊരു നെക്സ്റ്റ് ബോക്സ് അതാണ്. അപ്പൊ നിങ്ങൾ പറഞ്ഞത് തന്നെയാണ് കേട്ടോ, ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇതിൽ പറയുന്നത്. difference between internal audit versus external audit. ഇന്റേണൽ ഓഡിറ്റും എക്സ്റ്റേണൽ ഓഡിറ്റും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തെല്ലാമാണ്? ബേസിക് ഫോർ കമ്പാരിസൺ എന്തൊക്കെയാണ്? ഇന്റേണൽ ഓഡിറ്റ്, എക്സ്റ്റേണൽ ഓഡിറ്റ്. ഫസ്റ്റ് പറയുന്നത് മീനിങ്. എന്താണ് ഇന്റേണൽ ഓഡിറ്റിന്റെ മീനിങ്? എന്താണ്? ഇന്റേണൽ ഓഡിറ്റ് refers to an ongoing audit function performed within an organization by a separate internal auditing department അല്ലെ. എന്താണ് ഇന്റേണൽ ഓഡിറ്റ്? എങ്ങനെയാണ്? ഒരു ഓൺഗോയിങ് ആയിട്ടുള്ള ഒരു ഓഡിറ്റ് ആണ് അല്ലെ. ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ കണ്ടിന്യൂസ് ആയിട്ടുള്ള അല്ലെ, തുടർച്ചയായിട്ടുള്ള ഒരു ഓഡിറ്റ് ആണ്. എന്തൊക്കെയാണെങ്കിലും ഫങ്ഷൻസ് പെർഫോമഡ്. ഈ ഫംഗ്ഷൻ ആരാണ് പെർഫോം ചെയ്യുന്നത്? ആരാണ് വിലയിരുത്തുന്നത്? വിത്തിൻ എൻ ഓർഗനൈസേഷൻ എ സെപ്പറേറ്റ് ഇന്റേണൽ ഓഡിറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് അല്ലെ. ആ ഓർഗനൈസേഷന്റെ ഉള്ളിൽ തന്നെയുള്ള ഒരു സെപ്പറേറ്റ് ഇന്റേണൽ ഓഡിറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് പേഴ്സൺസ് ആയിരിക്കും ഈ ഇന്റേണൽ ഓഡിറ്റിംഗ് നടത്തുന്നത്.
ക്ലിയർ ആണോ? ഇന്റേണൽ ഓഡിറ്റ് തുടർച്ചയായിട്ടുള്ള ഒരു ഓഡിറ്റിംഗ് ആണ്. ഇത് കണ്ടക്ട് ചെയ്യുന്നത് ഓർഗനൈസേഷന്റെ ഉള്ളിൽ തന്നെയുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ്, ഒരു സെക്ഷൻ ആയിരിക്കും. നെക്സ്റ്റ് പറയുന്നത് എക്സ്റ്റേണൽ ഓഡിറ്റ് അല്ലെ. എക്സ്റ്റേണൽ ഓഡിറ്റ് ഈസ് എൻ ഓഡിറ്റ് ഫംഗ്ഷൻ പെർഫോംഡ് ബൈ ദ ഇൻഡിപെൻഡന്റ് ബോഡി which is not a part of the organization. എന്താണ് എക്സ്റ്റേണൽ ഓഡിറ്റ്? എന്താണ്? ഫംഗ്ഷൻ പെർഫോംഡ് ബൈ ദി ഇൻഡിപെൻഡന്റ് ബോഡി, സ്വതന്ത്രമായിട്ടുള്ള ഒരു ബോഡി, ഒരു ആളുകളായിരിക്കും അല്ലെ. വിച്ച് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് ദി ഓർഗനൈസേഷൻ. അവർ നമ്മുടെ ഓർഗനൈസേഷനിൽ എന്തെങ്കിലും ഒരു ഭാഗമാണോ? അതിൽ തന്നെയുള്ള ഒരു ആളുകളാണോ? ഒരു കൂട്ടമാണോ? അല്ല അല്ലെ. വിച്ച് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് ദി ഓർഗനൈസേഷൻ. അവരെന്താണ്? ഓർഗനൈസേഷന്റെ ഭാഗമായിരിക്കില്ല അല്ലെ. തേർഡ് പാർട്ടി ആയിരിക്കും. അല്ലേ? ഓക്കെ. നെക്സ്റ്റ് ഒബ്ജക്റ്റീവ് എന്താണ്? ലക്ഷ്യം എന്താണ്? ടു റിവ്യൂ ദ റുട്ടീൻ ആക്ടിവിറ്റീസ് ആൻഡ് പ്രൊവൈഡ് സജഷൻ ഫോർ ദി ഇംപ്രൂവ്മെന്റ്. എന്താണ്? ടു റിവ്യൂ ദ റുട്ടീൻ ആക്ടിവിറ്റീസ്. നമ്മുടെ ഹോസ്പിറ്റലിലെ അല്ലെങ്കിൽ ഓർഗനൈസേഷനിലെ ദൈനംദിന പ്രവർത്തനങ്ങളെ, ആക്ടിവിറ്റീസിനെ അവലോകനം ചെയ്യുക അല്ലെ, അസസ് ചെയ്യുക എന്നുള്ളതല്ലേ ഒബ്ജക്റ്റീവ്സ്. എന്നിട്ട് എന്ത് ചെയ്യും അവര്? ആൻഡ് പ്രൊവൈഡ് സജഷൻസ് ഫോർ ദി ഇംപ്രൂവ്മെന്റ് അല്ലെ. എന്തെങ്കിലും ഇംപ്രൂവ്മെന്റുകൾ വരുത്തേണ്ടതുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തേണ്ടതുണ്ടെങ്കിൽ അതിനു വേണ്ട സജഷൻസ് പറഞ്ഞു കൊടുക്കും അല്ലെ, നിർദ്ദേശങ്ങൾ പറഞ്ഞു കൊടുക്കും. ഓക്കെ അല്ലേ? നെക്സ്റ്റ് പറയുന്നത് external audit to analyze and verify the financial statement of the company. ഒരു കമ്പനിയില എന്ത് ചെയ്യണം? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് വിലയിരുത്തുകയും വെരിഫൈ ചെയ്യുകയും അല്ലെ, പരിശോധിക്കുകയുമാണ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് അല്ലേ ഇത്. ഓക്കെ. നെക്സ്റ്റ് കണ്ടക്റ്റഡ് ബൈ. ആരാണ് കണ്ടക്ട് ചെയ്യുന്നത്? ഈ ഒരു ഇന്റേണൽ ഓഡിറ്റ് നടത്തുന്നത് ആരാണ്? എംപ്ലോയീസ് അല്ലെ. ആ ഒരു ഓർഗനൈസേഷന്റെ എംപ്ലോയീസ് തന്നെയല്ലേ അത് നടത്തുന്നത്, ഇന്റേണൽ ഓഡിറ്റിംഗ്. നെക്സ്റ്റ് എക്സ്റ്റേണൽ ഓഡിറ്റ് ആരാണ് നടത്തുന്നത്? തേർഡ് പാർട്ടി അല്ലെ, പുറത്തു നിന്നുള്ള ആളുകളായിരിക്കും. നെക്സ്റ്റ് ഓഡിറ്റർ ഈസ് അപ്പോയിന്റഡ് ബൈ. ഓഡിറ്റേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുന്നത് ആരാ? മാനേജ്മെന്റ് തന്നെയല്ലേ. ഒരു ഹോസ്പിറ്റലിന്റെ ഉള്ളിലുള്ള മാനേജ്മെന്റ് ആയിരിക്കും അല്ലെ. എക്സ്റ്റേണൽ ഓഡിറ്റിനെ അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നത് ആരാ? മെമ്പേഴ്സ് എന്നാണ് പറയുന്നത്. ഏതിലുള്ള മെമ്പേഴ്സ് ആയിരിക്കും? ഇന്റേണൽ ഓഡിറ്റിംഗ് ടീമിലുള്ള മെമ്പേഴ്സ് നമ്മുടെ ബോർഡ് ഓഫ് ഡയറക്ടറുടെ നിർദ്ദേശപ്രകാരമായിരിക്കും അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നത്. ഓക്കെ ആണോ? നമ്മുടെ ഇന്റേണൽ ഓഡിറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിലുള്ള ആളുകള് എന്താണ്? നമ്മുടെ ബോർഡ് ഓഫ് ഡയറക്ടറുടെ നിർദ്ദേശപ്രകാരം അവരുടെ അനുവാദത്തോട് കൂടിയായിരിക്കും അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് പറയുന്നത് യൂസേഴ്സ് ഡിപ്പാർട്ട്മെന്റ് അല്ലെ. ഇവർ ആർക്കാണ് റിപ്പോർട്ട് കൊടുക്കുന്നത്? മാനേജ്മെന്റിന്. ഇവര് ആർക്കാണ്? സ്റ്റേക്ക് ഹോൾഡേഴ്സിന് അല്ലെ. മാനേജ്മെന്റിനായിരിക്കും ഇന്റേണൽ ഓഡിറ്റിന്റെ റിപ്പോർട്ട്. മറ്റൊരു സ്റ്റേക്ക് ഹോൾഡേഴ്സിന് അല്ലെ, ഓഹരി ഉടമകൾക്കായിരിക്കും റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. നെക്സ്റ്റ് ഒപ്പീനിയൻ. എന്തായിരിക്കും ഒപ്പീനിയൻ എന്ന് പറയുന്നതിൽ? ജഡ്ജ്മെന്റ് അല്ലെ. എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ഇവര് വിലയിരുത്തുന്നത്, ജഡ്ജ് ചെയ്യുന്നത്? Opinion is to provide on the effectiveness of the operational activities of the organization അല്ലേ. ഒരു ഓർഗനൈസേഷൻസിന്റെ എന്താണ്? ഓപ്പറേഷണൽ ആക്ടിവിറ്റീസ് അല്ലേ, കാര്യക്ഷമതയ്ക്ക് വേണ്ടി അല്ലെ, എഫക്റ്റീവ്നെസ്സിനുള്ള ഒരു ഓപ്പറേഷൻസ് ആക്ടിവിറ്റീസ് അല്ലെ, അവിടുത്തെ പ്രവർത്തനങ്ങളെയായിരിക്കും ഇവര് വിലയിരുത്തുന്നത്. മറ്റോടത്ത് എങ്ങനെയാണ്? ഒപ്പീനിയൻ ഈസ് ടു പ്രൊവൈഡ് ഓൺ ദ ട്രൂത്ത്ഫുൾനെസ്. ഒപ്പീനിയൻ അഭിപ്രായം എന്നും പറയാം അല്ലെ. അഭിപ്രായം എന്തായിരുന്നു? ഒപ്പീനിയൻ ഈസ് പ്രൊവൈഡ് ഓൺ ദ ട്രൂത്ത്ഫുൾനെസ് ആൻഡ് ഫെയർനെസ് ഓഫ് ദി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് ദി കമ്പനി അല്ലെ. ആ ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിലുള്ള എന്തൊക്കെയാണ്? ട്രൂത്ത്ഫുൾനെസ്സും ഫെയർനെസ്സും അല്ലെ. അല്ലെ, സത്യസന്ധതയും ന്യായവുമല്ലേ അവര് നോക്കുന്നത്. അവിടെ എന്തെങ്കിലും ക്രമക്കേടുകൾ ഉണ്ടോന്നാണ് അല്ലെ. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റില് എന്തെങ്കിലും ക്രമക്കേടുകൾ ഉണ്ടോന്നല്ലേ അവർ വിലയിരുത്തുന്നത് ആണോ?
ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന്റെ ട്രൂത്ത്ഫുൾനെസ്സും ഫെയർനെസ്സും അല്ലെ, സത്യസന്ധതയ്ക്കും ന്യായത്തിനുമാണ് ഇവര് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അല്ലെ. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവര് വിലയിരുത്തുന്നത്. നെക്സ്റ്റ് സ്കോപ്പ്. എന്താണ് സ്കോപ്പ്? ഡിസൈഡഡ് ബൈ ദി മാനേജ്മെന്റ് ഓഫ് ദി എൻറ്റൈറ്റി അല്ലെ. എന്താണ്? സ്ഥാപനത്തിന്റെ മാനേജ്മെന്റിന് അഭികാമ്യമായിട്ടുള്ളതല്ലേ. എന്താണ്? അവർക്ക് കൂടുതൽ ഇംപ്രൂവ്മെന്റുകൾ വരുത്താൻ വേണ്ടിയിട്ട് അല്ലെ. അല്ലെ, മാനേജ്മെന്റിന് ഇംപ്രൂവ്മെന്റുകൾ വരുത്താൻ വേണ്ടിയിട്ടല്ലേ, എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണം അല്ലെ, എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അത് തിരുത്താൻ വേണ്ടിയിട്ട് അല്ലെ. മറ്റൊടുത്ത് എന്താണ്? ഡിസൈഡഡ് ബൈ ദി സ്റ്റാറ്റ്യൂട്ട്. സ്റ്റാറ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ നിയമപ്രകാരം, ചട്ടം എന്ന് പറയില്ലേ. ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം വർഷത്തിൽ ഒരു എക്സ്റ്റേണൽ ഓഡിറ്റ് നടത്തുക എന്നുള്ളത് നിർബന്ധമാണ് അല്ലെ. ഒരു നിയമമല്ലേ അത്? ആണോ? നിയമമാണ് അല്ലെ. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് എക്സ്റ്റേണൽ ഓഡിറ്റ്. ഒരു നിയമം അനുസരിച്ചാണ് ഒരു എക്സ്റ്റേണൽ ഓഡിറ്റ് നടത്തുന്നത്. പക്ഷെ ഇന്റേണൽ ഓഡിറ്റ് എങ്ങനെയാണ്? അവിടുത്തെ മാനേജ്മെന്റിന് വേണ്ടിയിട്ടാണ് അല്ലെ, അവിടുത്തെ പ്രവർത്തനങ്ങളുടെ എഫിഷ്യൻസിക്ക് വേണ്ടിയിട്ട് അല്ലെ. ഓക്കെ, ക്ലിയർ ആണോ? എന്താ നെക്സ്റ്റ് ഒബ്ലിഗേഷൻ അല്ലെ, ബാധ്യത. എന്താണ്? നോ ഇറ്റ് ഈസ് വോളണ്ടറി അല്ലെ. ഇതെന്താണ്? സ്വമേധയാ നടക്കുന്നതല്ലേ ആണല്ലേ. നമ്മുടെ ഓർഗനൈസേഷന്റെ ഉള്ളിലുള്ള ഇന്റേണൽ ഓഡിറ്റേഴ്സ് അവിടുത്തെ എഫക്റ്റീവ്നെസ്സിന് വേണ്ടി സ്വന്തമായി നടത്തുന്നതാണ് അല്ലെ. പക്ഷെ മറ്റൊടുത്ത് എന്താണ്? എക്സ്റ്റേണൽ ഓഡിറ്റ് അക്കോർഡിംഗ് ടു ഇന്ത്യൻ കമ്പനീസ് ആക്ട് അല്ലെ. ഇന്ത്യൻ കമ്പനീസ് ആക്ട് 1956 ഇന്ത്യൻ കമ്പനീസ് ആക്ടിന്റെ നിയമപ്രകാരമാണ് ഓരോ വർഷം കൂടുമ്പോഴും എക്സ്റ്റേണൽ ഓഡിറ്റിംഗ് നടത്തുന്നത്. ഓക്കെയാണോ? അത് ക്വസ്റ്റ്യൻ വരാട്ടോ. ആ ഡേറ്റും ആ ഒരു ആക്ടും പീരീഡ് അല്ലെ. ആ ടൈം പീരീഡ് എങ്ങനെയാണ്? കണ്ടിന്യൂസ് പ്രോസസ് ആണ് അല്ലെ. തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രവർത്തനമാണ്, ഒരു പ്രക്രിയയാണ് അല്ലെ. എക്സ്റ്റേണൽ ഓഡിറ്റ് എങ്ങനെയാണ്? വൺസ് ഇൻ എ ഇയർ അല്ലെ, വർഷത്തില് ഒരു തവണയാണ് എക്സ്റ്റേണൽ ഓഡിറ്റിംഗ് നടത്തുന്നത്. ചെക്സ് എന്താണ്? എന്ത് കാര്യമാണ് അവർ ചെക്ക് ചെയ്യുന്നത്? ഓപ്പറേഷണൽ എഫിഷ്യൻസി അല്ലെ, അവരുടെ പ്രവർത്തനങ്ങളുടെ കാര്യക്ഷമത അല്ലെ. ഇവിടെ എങ്ങനെയാണ്? അക്യുറസി ആൻഡ് വാലിഡിറ്റി ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അല്ലെ. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന്റെ കൃത്യതയും വാലിഡിറ്റിയൊക്കെ അവർ നോക്കുന്നത് എക്സ്റ്റേണൽ ഓഡിറ്റുകൾ. ഓക്കെയാണോ? ഒന്ന് വായിച്ചു നോക്കിയെന്ന് മിസ് എടുത്ത ഭാഗങ്ങളൊന്ന് കുറച്ചു നേരം ഒരു 3 മിനിറ്റ് ഒന്ന് വായിച്ചു കഴിഞ്ഞിട്ട് മിസ് അടുത്ത സെക്ഷൻ എടുക്കാം. അടുത്തത് ഇന്റേണൽ ഓഡിറ്റ് കഴിഞ്ഞു. ഇനി നമ്മൊരു അടുത്ത സെക്ഷനിലേക്ക് പോകുകയാണ്. സെലക്ഷൻ ഓഫ് വെൻഡേഴ്സ് എന്നും പറഞ്ഞിട്ട് കേട്ടോ. അപ്പൊ ഈ ഓഡിറ്റിങ്ങിന്റെ ആ ഒരു സെക്ഷൻ കഴിഞ്ഞു. നെക്സ്റ്റ് സെക്ഷൻ ആണ്. ഒന്ന് വായിച്ചു നോക്കിയേ. കണ്ട മിസ് എടുക്കാം കേട്ടോ. എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ക്ലാരിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ചോദിക്കാം. മാം, ഈ ഓഡിറ്റിന്റെ ഭാഗത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്ന് പറഞ്ഞു തരാമോ? ഏതാണ്? ഓഡിറ്റിന്റെ ഈ സെക്ഷൻ ഫുൾ ആയിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഒന്ന് പറഞ്ഞു. സെക്ഷനിലല്ലേ? ഇപ്പൊ മിസ് ഇതിൽ പറഞ്ഞില്ലേ, അത് അടയാളപ്പെടുത്തിയിട്ടില്ലേ ബോക്സിലാ? പിന്നെ നോക്കട്ടെ കേട്ടാ, മിസ് പറഞ്ഞുതരാം.
ഇന്റേണൽ ഓഡിറ്റിന്റെ പ്രൊസീജിയേഴ്സ് അല്ലെ 4 ഫേസസ് അത് അടയാളപ്പെടുത്താം. ടൈപ്സ് ഓഫ് ഓഡിറ്റിംഗ് കേട്ടോ. ഇന്റേണൽ ഓഡിറ്റിംഗ് ടൈപ്സ് പറയുന്നില്ലേ, അത് അടയാളപ്പെടുത്താം. GAAP കേട്ടോ, അത് അടയാളപ്പെടുത്താം. പിന്നെ ഇന്റേണൽ ഓഡിറ്റിന്റെ റിപ്പോർട്ട് ആർക്കാണ് സമർപ്പിക്കുന്നത് അല്ലെ, അത് അടയാളപ്പെടുത്താം കേട്ടാ. പിന്നെ ഈ ഫസ്റ്റ് ഈ രണ്ടാമത്തെ പാരഗ്രാഫിൽ വരുന്നില്ലേ, ഫസ്റ്റ് സെക്ഷനില് രണ്ടാമത്തെ പാരഗ്രാഫില് ദീസ് ഓഡിറ്റ്സ് മേ ഇൻക്ലൂഡ് എക്സാമിനിങ്, എന്തൊക്കെ കാര്യങ്ങളാണ് അവർ എക്സാമിൻ ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് കോർപ്പറേറ്റ് ഗവേണൻസ്, അക്കൗണ്ടിങ്, ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ആൻഡ് IT ജനറൽ കൺട്രോൾസ്, അതൊക്കെ ഒന്ന് അത് അടയാളപ്പെടുത്താം കേട്ടോ. Okay, ma'am. Okay. Also internal audit effort to identify breakdowns in internal control. എന്തൊക്കെ കാര്യങ്ങളാണ് അവർ ഐഡന്റിഫൈ ചെയ്യുന്നത്? പൊട്ടൻഷ്യൽ ഫ്രോഡുകൾ, വേസ്റ്റ് ഓർ അബ്യൂസ്, എൻഷുർ കംപ്ലൈൻസ് വിത്ത് ലോസ് ആൻഡ് റെഗുലേഷൻസ് അല്ലെ, അവർ കണ്ടെത്തുന്നത് ആ ഒരു അതും അടയാളപ്പെടുത്താം കേട്ടോ. അത്രേ ഉള്ളൂ. മാം, ഈ ടൈപ്പ് ഓഫ് ഇന്റേണൽ ഓഡിറ്റ് അതിന്റെ ഫുൾ ആയിട്ട് പഠിക്കണം, ആ പേരുകൾ മാത്രം പഠിച്ചാൽ പോരെ? പേരുകൾ മാത്രം പോരാ കേട്ടോ, അത് അടയാളം പഠിക്കാൻ വേണം. Dash evaluate complaints with applicable laws, regulation, policies and procedures. ഏതാണ്? കംപ്ലൈൻസ് ഓഡിറ്റ് അല്ലേ, അങ്ങനെ ചോദിക്കും. അപ്പൊ അത് പഠിക്കാം. അപ്പൊ നിങ്ങൾക്ക് അത് എളുപ്പമാണ് അല്ലെ, ലോസ് ആൻഡ് റെഗുലേഷൻസ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവാലുവേറ്റ് ചെയ്യുന്നത് കംപ്ലൈൻസ് ഓഡിറ്റ്. എൻവിയോൺമെന്റുമായിട്ടുള്ള പ്രവർത്തനങ്ങളെ ഇവാലുവേറ്റ് ചെയ്യുന്ന ഓഡിറ്റ് ഇതാണ് എൻവിയോൺമെന്റൽ ഓഡിറ്റ് അല്ലെ. IT-യുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഇവാലുവേറ്റ് ചെയ്യുന്നത് ഇൻഫർമേഷൻ ടെക്നോളജി. അത് എളുപ്പമല്ലേ പഠിക്കാനായിട്ട്. പിന്നെ നമ്മുടെ ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് അല്ലെ, ആ ഒരു സ്പെസിഫിക് ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഉണ്ട് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ ഉണ്ടാവും. അപ്പൊ അത് അവർ ശരിയായ രീതിയിൽ പ്രാവർത്തികമാക്കുന്നുണ്ടോ എന്ന് വിലയിരുത്തുന്നത് ഏതാ? പെർഫോമൻസ് ഓഡിറ്റ്. അതൊക്കെ ഒന്ന് നോക്കാട്ടെ, അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്, കുഴപ്പമൊന്നുമില്ലല്ലോ. ഓഡിറ്റിങ് ഓക്കെ അല്ലേ എല്ലാവർക്കും? നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്, വെൻഡർ സെലക്ഷൻ അല്ലെ. അത് നമ്മ മെറ്റീരിയൽസ് മാനേജ്മെന്റിൽ പഠിച്ചിട്ടുണ്ട് കുറച്ചൊക്കെ. അപ്പൊ നമുക്ക് നോക്കാം. സെലക്ഷൻ ഓഫ് വെൻഡർ. എങ്ങനെയായിരിക്കണം ഒരു വെൻഡറിനെ സെലക്ട് ചെയ്യുന്നത്? എന്തൊക്കെ കാര്യങ്ങൾ നോക്കിയിട്ട് ട്രൂത്ത്ഫുൾ ആയിരിക്കണം അല്ലെ, വിശ്വസ്തരായിരിക്കണം. പിന്നെ എന്തൊക്കെ നോക്കണം? വില കുറവുള്ളത്, കോസ്റ്റ് നോക്കണം അല്ലെ. പിന്നെ ലീഡ് ടൈം, ടൈം ഒരു കറക്റ്റ് ടൈമില് നമുക്ക് ഡെലിവറി ചെയ്യുന്നുണ്ടോ അല്ലെ. പിന്നെ ക്വാളിറ്റി നോക്കണ്ടേ. ഓക്കെ, നമുക്ക് നോക്കാം. ഇത് ആര് ചുമതലയായിരിക്കും? വെൻഡറിനെ സെലക്ട് ചെയ്യുക എന്നുള്ളത് ആരുടെ ചുമതലയായിരിക്കും? ആലോചിച്ച് നോക്കിയേ. ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു കമ്പനിയെ സംബന്ധിച്ച് വെൻഡറിന് പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ അല്ലെ, പർച്ചേസിംഗ് മാനേജറിന്റെ, പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ ചുമതലയായിരിക്കും. എന്തിനു വേണ്ടിയാണ് ഇവര് വെൻഡറിനെ സെലക്ട് ചെയ്യുന്നത്? ഇവർക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ അല്ലെ, മെറ്റീരിയൽസ് ആവാം, പർച്ചേസ് ചെയ്യാനാണ്. പർച്ചേസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇവർക്ക് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് അല്ലെ, ഗുഡ്സുകൾ, സർവീസുകളൊക്കെ സംഭരിക്കുന്നതിന് വേണ്ടിയിട്ടാണോ? പ്രൊക്യൂർമെന്റ് പ്രോസസ്സിന് വേണ്ടിയിട്ടാണോ? കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റലിന്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കണമെങ്കിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ അവർ സംഭരിച്ചു വെക്കണ്ടേ, സ്റ്റോർ ചെയ്ത് വെക്കണം അല്ലെ.
അവർക്ക് എന്താണ് അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഇവരെന്താണ് കറക്റ്റ് വെൻഡേഴ്സിനെ സെലക്ട് ചെയ്യുന്നത്. നോക്കാം ഒരു ജനറൽ ആയിട്ടുള്ള ഐഡിയംസ് തന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് അവിടെ ഓക്കെ ആവുമല്ലോ. The purchasing department takes responsibility for the vendor selection, which is an integral part of the procurement management process. അല്ലെ, ഒരു വെൻഡറിനെ സെലക്ട് ചെയ്യുക എന്നുള്ളത് പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ ഉത്തരവാദിത്തമാണ് അല്ലെ. എന്തിനു വേണ്ടിയിട്ടാണ്? പ്രൊക്യൂർ മാനേജ്മെന്റിന്റെ പ്രക്രിയക്ക് അല്ലെ, പ്രോസസ്സിന് അവിഭാജ്യമാണ് വെൻഡറിന്റെ തെരഞ്ഞെടുപ്പ് അല്ലെ. അതിനു വേണ്ടി ഒരു പ്രൊക്യൂർ മാനേജ്മെന്റ് പ്രോസസ്സിന് വേണ്ടിയിട്ട് ആരാണ്? പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ് വെൻഡേഴ്സിനെ സെലക്ഷൻ ചെയ്യുന്നത്. ഓക്കെയാണോ? ഇത് നമ്മുടെ എന്തിന്റെ ഒരു ഭാഗമാണ്? പ്രൊക്യൂർമെന്റ് മാനേജ്മെന്റ് പ്രോസസ്സിന്റെ ഒരു ഇന്റഗ്രൽ പാർട്ടാണ് അല്ലെ, ഒരു ചെറിയ ഭാഗമല്ലേ വെൻഡറിനെ സെലക്ട് ചെയ്യുക എന്നുള്ളത്. എന്താണ് നമ്മുടെ പ്രൊക്യൂർ മാനേജ്മെന്റ് പ്രോസസ്സിന് വേണ്ടിയിട്ട് എന്താണ് പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് ചെയ്യുന്ന ഒരു റെസ്പോൺസിബിലിറ്റി ആണ് വെൻഡറിനെ സെലക്ട് ചെയ്യുക എന്നുള്ളത്. The vendor selection is a subsidiary process that allows clearly stating, defining and approving those vendors which meets requirements of the procurement process. അല്ലെ, എന്താണ് ഒരു പ്രൊക്യൂർമെന്റ് പ്രോസസ്സിന് വേണ്ടിയിട്ട് അല്ലെ, അവിടെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്ത? വെൻഡർ സെലക്ഷൻ ഈ സബ്സിഡിയറി പ്രോസസ് ഒരു അനുബന്ധ പ്രവർത്തനമാണ്. നമ്മൾ പറഞ്ഞു പ്രൊക്യൂർ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട ഒരു അനുബന്ധ പ്രവർത്തനമല്ലേ, സംഭരിക്കലുമായി ബന്ധപ്പെട്ട ഒരു പ്രവർത്തനമാണ് അല്ലേ. അപ്പൊ അവർ എന്ത് ചെയ്യുന്നുണ്ട്? വെൻഡർ സെലക്ഷൻ ഈസ് സബ്സിഡിയറി പ്രോസസ് ദാറ്റ് അലൗസ് ക്ലിയർലി സ്റ്റേറ്റിംഗ് അല്ലേ, നമ്മൾ ഏത് വെൻഡറെയാണ് തിരഞ്ഞെടുക്കുന്നത് എന്ന് നമ്മൾ ക്ലിയർ ആയിട്ട് പ്രസ്താവിക്കണ്ടേ, പറയണല്ലേ. ഏത് വെഞ്ചറിയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് അല്ലെ. കൂടാതെ എന്താണ് അവരെ ഫിക്സ് ചെയ്യണം അല്ലെ. നമുക്ക് ഒരുപാട് മെറ്റീരിയൽ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ഒരു വെഞ്ചറിനെ ഫിക്സ് ചെയ്യണ്ടെങ്കിൽ ഇന്ന വെഞ്ചറിൽ നിന്ന് മേടിക്കാം, അവരുടെ അടുത്ത് കോസ്റ്റ് കുറവായിരിക്കും അല്ലെ, ക്വാളിറ്റി ഉണ്ടാവും അല്ലെ, കറക്റ്റ് ലീഡ് ടൈമിന് നമുക്ക് തരും എന്ന് നമ്മൾ എന്താണ് ആ വെഞ്ചറിനെ ഫിക്സ് ചെയ്യണം അല്ലെ. അതിനെ ഫിക്സ് ചെയ്യുക, ഡിഫൈൻ ചെയ്യുക ആൻഡ് അപ്രൂവിങ് അല്ലെ. അവർക്ക് അപ്രൂവ് കൊടുക്കുക, നമുക്ക് സാധനങ്ങൾ തരാനായിട്ട് അവർക്ക് അപ്രൂവൽ കൊടുക്കുക. ക്ലിയർ ആയോ? നമ്മുടെ പ്രൊക്യൂർമെന്റ് പ്രോസസ്സിന് ഉള്ള ഒരു സബ്സിഡിയറി പ്രോസസ്, ഒരു അനുബന്ധ പ്രവർത്തനമാണ് വെൻഡർ സെലക്ഷൻ. ഇതിൽ എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്? ക്ലിയർലി സ്റ്റേറ്റിംഗ്, ഏത് വെഞ്ചറെയാണ് തിരഞ്ഞെടുക്കുന്നത് അത് നമ്മൾ പ്രസ്താവിക്കുന്നുണ്ട്, അവരെ ഫിക്സ് ചെയ്യുന്നുണ്ട് അല്ലെ, കൂടാതെ അവർക്ക് അപ്രൂവലും കൊടുക്കുന്നുണ്ട്. ഓക്കെയാണോ? നെക്സ്റ്റ് പറയുന്നത് the buying department is responsible for creating list of potential suppliers and submitting the list to project manager in order to decide on the vendor in conference. എന്താണ് നമ്മൾ സെലക്ട് ചെയ്യുന്ന വെൻഡേഴ്സിന്റെ ഒരു ലിസ്റ്റ് നമ്മൾ ആർക്ക് കൊടുക്കുന്നുണ്ട്? പർച്ചേസ് പ്രൊജക്ട് മാനേജർക്ക് കൊടുക്കുന്നുണ്ട് അല്ലെ. ബൈയിങ് ഡിപ്പാർട്ട്മെന്റിന്റെ റെസ്പോൺസിബിലിറ്റി ആണ് ഈ ഒരു, അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ആരുടെ റെസ്പോൺസിബിലിറ്റി ആണ്? ക്രിയേറ്റിംഗ് വെൻഡേഴ്സിന്റെ ലിസ്റ്റ് ഉണ്ടാക്കുക എന്നുള്ളത് ആരുടെ റെസ്പോൺസിബിലിറ്റി ആണ്? ബൈയിങ് ഡിപ്പാർട്ട്മെന്റിന്റെ അല്ലേ അല്ലേ ബൈയിങ് ഡിപ്പാർട്ട്മെന്റിന്. പിന്നെ ഫസ്റ്റ് ഒരു സെന്റൻസിലെ അതും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. വെൻഡറിന്റെ സെലക്ഷൻ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ റെസ്പോൺസിബിലിറ്റി ആണ് അല്ലെ. അവരെന്ത് ചെയ്യുന്നുണ്ട്? ഈ ബൈയിങ് ഡിപ്പാർട്ട്മെന്റിന് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. എന്തിനു വേണ്ടിയിട്ട്? അവർക്ക് പൊട്ടൻഷ്യൽ ആയിട്ടുള്ള, അവർക്ക് ആവശ്യമായിട്ടുള്ള അല്ലെ സപ്ലയേഴ്സിന്റെ ഒരു ലിസ്റ്റ് തയ്യാറാക്കലും അത് പ്രൊജക്ട് മാനേജേഴ്സിന് സമർപ്പിക്കുന്നതും നമ്മുടെ ബൈയിങ് ഡിപ്പാർട്ട്മെന്റിന്റെ റെസ്പോൺസിബിലിറ്റീസ് ആണ്. In order to decide on vendor in conference, എന്താണ് ഏത് വെഞ്ചറെയാണോ കോൺഫറൻസിന് വേണ്ടി അല്ലെ നമുക്ക് അഭിമുഖം നടത്തുന്നതിന് വേണ്ടി തിരഞ്ഞെടുക്കേണ്ടത് എന്ന് തീരുമാനിക്കുക. ഈ ഒരു വെൻഡേഴ്സിന്റെ ലിസ്റ്റ് ബൈയിങ് ഡിപ്പാർട്ട്മെന്റ് പ്രൊജക്ട് മാനേജർക്ക് സമർപ്പിക്കുന്നു.
ക്ലിയർ ആയോ? ഇപ്പൊ നമ്മ സെലക്ട് വെഞ്ചറിന്റെ ഒരു ലിസ്റ്റ് കൊടുത്തെന്ന് വെച്ച് ആ ഒരു ലിസ്റ്റ് നോക്കിയിട്ട് ഒരു വെഞ്ചറിനെ ഫിക്സ് ചെയ്യോ? ഇല്ല. എന്ത് ചെയ്യും? അവരുമായിട്ട് നെഗോഷിയേഷൻ നടത്തും അല്ലെ, ചർച്ചകൾ നടത്തും അല്ലെ. മെറ്റീരിയൽസ് മാനേജ്മെന്റിൽ പഠിച്ചില്ലേ? അപ്പൊ അവരുമായി അഭിമുഖം നടത്തണ്ടേ? 4 phases അല്ലെ. അപ്പൊ അവരുമായിട്ട് ചർച്ചകളൊക്കെ നടത്തിയതിന് ശേഷമായിരിക്കും അല്ലെ നമ്മ വെൻഡേഴ്സിനെ ഏത് വെഞ്ചറിനെ തിരഞ്ഞെടുക്കണം അല്ലെ, ഏത് വെഞ്ചറാണ് ഏറ്റവും കൂടുതൽ ക്വാളിറ്റിയിൽ അല്ലെ നമുക്ക് പറയുന്ന സമയത്ത് എത്തിച്ചു തരുന്നത് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഒരു വെഞ്ചറിനെ സെലക്ട് ചെയ്യുന്നു. നെക്സ്റ്റ് പറയുന്നത് however the ultimate decision on the venture cannot be made without a vendor selection criteria. So the purchase department in cooperation with the project manager needs to develop and use such criteria. എന്താണ്? ഇങ്ങനെയൊക്കെയാണ് നമ്മിങ്ങനെ ഒരു ലിസ്റ്റ് കൊടുത്ത് അവരുമായി ഒരു കോൺഫറൻസ് കൂടി. എന്നിരുന്നാലും എന്താണ് വെൻഡർ സെലക്ഷൻ ഉള്ള എല്ലാ മാനദണ്ഡങ്ങളും നമുക്ക് അന്തിമ തീരുമാനമെടുക്കും. എല്ലാ മാനദണ്ഡങ്ങളും നോക്കാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? അന്തിമ തീരുമാനമെടുക്കാൻ സാധിക്കില്ല അല്ലെ. അൾട്ടിമേറ്റ് ഡിസിഷൻ എടുക്കാൻ സാധിക്കില്ല അല്ലെ. നമ്മ പറഞ്ഞു നമ്മ ഏതൊരു കാര്യം ചെയ്യുകയാണെങ്കിലും കുറച്ച് സ്റ്റാൻഡേർഡ്സ് കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ട് അല്ലെ. അതേപോലെ വെൻഡർ സെലക്ഷനും എന്തുണ്ട്? കുറച്ച് ക്രൈറ്റീരിയാസ് മാനദണ്ഡങ്ങളുണ്ട്. അപ്പൊ ആ ഒരു മാനദണ്ഡങ്ങൾ നോക്കാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഫൈനൽ ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കാൻ സാധിക്കുകയില്ല. ക്ലിയർ ആയോ? അപ്പൊ എന്ത് ചെയ്യണം? സോ the purchase department in cooperation with the project manager needs to develop and use such criteria. എന്ത് ചെയ്യാ? നമ്മൾ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് സഹകരിച്ചിട്ട് എന്താണ് ഈ ഒരു പർച്ചേസ് പ്രൊജക്ട് മാനേജർ എന്ത് ചെയ്യണം? അത്തരം മാനദണ്ഡങ്ങൾ, അത്തരം ക്രൈറ്റീരിയാസ് ഡെവലപ്പ് ചെയ്യുകയും ഉപയോഗിക്കുകയും ചെയ്യുക അല്ലെ. വെൻഡർ സെലക്ഷന് വേണ്ടിയിട്ട് പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് സഹകരിച്ച് ഇത്തരം ക്രൈറ്റീരിയാസ് ഡെവലപ്പ് ചെയ്യുകയും യൂസ് ചെയ്യുകയും ചെയ്യുക. ഓക്കെ ആണോ? ഓക്കെ എല്ലാവരും ഓക്കെ അല്ലേ? Next, often vendor selection criteria vary between organization. നമുക്കറിയാം നമ്മൾ ഏതൊരു സെക്ഷനും പഠിക്കുമ്പോ പഠിക്കുന്നുണ്ട് അല്ലെ. ഒരു ഓർഗനൈസേഷൻ അനുസരിച്ച് അതിൽ വ്യത്യാസങ്ങൾ വരുന്ന നമ്മ പഠിച്ചു. സെയിൽസ് അല്ലെ, സെയിൽസിന്റെ അടിസ്ഥാനത്തിൽ തിരിക്കുന്നുണ്ട് അല്ലെ. ഹോസ്പിറ്റലില് അവിടുത്തെ ഫെസിലിറ്റീസിന്റെ അടിസ്ഥാനത്തിൽ തിരിക്കുന്നുണ്ട് അല്ലെ. ഓണർഷിപ്പിന്റെ അടിസ്ഥാനത്തിൽ തിരിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ എന്താണ്? അതേപോലെ ആ ഒരു ഓർഗനൈസേഷൻ മാറുന്നതിനനുസരിച്ച് ഈ വെൻഡർ സെലക്ഷനുള്ള ക്രൈറ്റീരിയാസ് മാനദണ്ഡങ്ങളിലും ചേഞ്ചസ് വരുന്നു, വ്യത്യാസങ്ങൾ വരുന്നു. However, they need to be identified and included as a component of the inventory management. എന്താണ്? എന്നിരുന്നാലും അവ തിരിച്ചറിയുകയും ഇൻവെന്ററി മാനേജ്മെന്റ് പ്ലാനിന്റെ ഒരു ഘടകമായി ഉൾപ്പെടുത്തുകയും വേണം അല്ലെ. നമ്മ ഈ വാരി ചെയ്യുന്നുണ്ടെന്നും പറഞ്ഞിരിക്കാൻ പാടുണ്ടോ? ആ വാരി ചെയ്യുന്നതിനനുസരിച്ച് വരുന്ന വ്യത്യാസങ്ങൾ തിരിച്ചറിയണം അല്ലെ. എന്തൊക്കെ ക്രൈറ്റീരിയാസിലാണ് ചേഞ്ചസ് വരുത്തുന്നത് എന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യണ്ടേ? അപ്പൊ ഇൻവെന്ററി മാനേജ്മെന്റ് പ്ലാനിന്റെ ഒരു ഘടകമായി ഉൾപ്പെടുത്തുകയും വേണം. ഇൻവെന്ററി എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റോക്ക് അല്ലെ. സ്റ്റോക്ക് പ്രൊക്വയർ ചെയ്യലല്ലേ നമ്മ ചെയ്യുന്നത് അല്ലെ. വെൻഡറിനെ സെലക്ട് ചെയ്തിട്ട് അല്ലെ സ്റ്റോക്ക് സംഭരിക്കലാണല്ലേ ചെയ്യുന്നത്. അപ്പൊ ഏതെന്താ ഇതിലെന്താ പറഞ്ഞിരുന്നത്? ഐഡന്റിഫൈ ആൻഡ് ഇൻക്ലൂഡഡ് എ കമ്പോണന്റ് ഓഫ് ദി ഇൻവെന്ററി മാനേജ്മെന്റ് പ്ലാൻ അല്ലെ. അതുകൊണ്ട് തന്നെ ഇൻവെന്ററി മാനേജ്മെന്റ് പ്ലാനിന്റെ ഒരു ഘടകമായി ഇത്തരം ക്രൈറ്റീരിയാസ് ഉൾപ്പെടുത്തുകയും വേണം. ക്ലിയർ ആയോ? നെക്സ്റ്റ് കോസ്റ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് the criteria for vendor selection include the following.
ആണ് ഒരു വെണ്ടർ സെലക്ഷനുള്ള മാനദണ്ഡങ്ങൾ, ക്രൈറ്റീരിയാസ് എന്തൊക്കെയാണെന്ന് താഴെ കൊടുക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, കോസ്റ്റ് പറഞ്ഞു, ഡെലിവറി പറഞ്ഞു, ക്വാളിറ്റി പറഞ്ഞു അല്ലെ. അപ്പൊ നോക്കിയേ, കോസ്റ്റ് ഓഫ് ദി പ്രൊക്വയർമെന്റ് സർവീസ് അല്ലെ, ആ ഒരു പ്രൊക്വയർമെന്റ് സംഭരണ സേവനങ്ങൾക്കുള്ള ചിലവ് അത് നോക്കുന്നുണ്ട്. അത് അതിന്റെ ഒരു മാനദണ്ഡമാണ് അല്ലെ. എ കമ്പാരിസൺ ഓഫ് പ്രൈസസ് പ്രൊവൈഡഡ് ബൈ സെവറൽ കോൺട്രാക്ടേഴ്സ്. നമുക്കറിയാം, നമ്മ ഒരു വെഞ്ചറെയാണ് സെലക്ട് ചെയ്യുന്നത് അല്ല അല്ലെ, പല വെൻഡേഴ്സിനെയും സെലക്ട് ചെയ്തിട്ട് അവരിൽ നിന്ന് നമ്മ എന്ത് നോക്കും, കമ്പാരിസൺ ബെസ്റ്റ് അല്ലെ, കമ്പാരിസൺ ചെയ്തിട്ടല്ലേ നമ്മ ഒരാളെ സെലക്ട് ചെയ്യുന്നത്. അപ്പൊ എന്ത്, കമ്പാരിസൺ ഓഫ് പ്രൈസ് പ്രൊവൈഡഡ് ബൈ സെവറൽ കോൺട്രാക്ടേഴ്സ് അല്ലെ, പല കോൺട്രാക്ടേഴ്സിൽ നിന്നും അവരെ പ്രൈസുകൾ തമ്മിൽ, വിലകൾ തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു കമ്പാരിസൺ, ഒരു താരതമ്യം ചെയ്യുന്നു. ഓക്കെയാണോ? നെക്സ്റ്റ്, delivery and ability of the contractor to procure all items within desired delivery date. നമുക്കൊരു സാധനം കിട്ടേണ്ട ഒരു സമയം ഉണ്ടാവും അല്ലെ, ഏതൊരു മെറ്റീരിയൽസ് ആണെങ്കിലും ഏതൊരു പ്രോഡക്റ്റ് ആണെങ്കിലും അല്ലെ. അപ്പൊ എന്താണ്, നമുക്ക് വിത്തിൻ ഡിസൈഡ് ഡെലിവറി ഡേറ്റ്സ്, നമ്മൾ ഉദ്ദേശിക്കുന്ന, നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഒരു ഡേറ്റില് അവർക്ക് ആ ഒരു കോൺട്രാക്ടേഴ്സിൽ ആ സാധനം ലഭ്യമാക്കാൻ സാധിക്കുമോ അല്ലെ. ലീഡ് ടൈം അല്ലെ, ലീഡ് ടൈം നമ്മൾ പറയാറില്ലേ. അപ്പൊ ആ ഒരു നമ്മൾ ആഗ്രഹിക്കുന്ന, നമുക്ക് ആവശ്യമായ ആ ഒരു സമയത്ത് ആ ഒരു ഐറ്റംസ് നമുക്ക് ലഭ്യമാക്കാൻ ആ ഒരു വെൻഡേഴ്സിന് അല്ലെങ്കിൽ ആ ഒരു കോൺട്രാക്ടേഴ്സിന് സാധിക്കുമോ. നെക്സ്റ്റ് പറയുന്നത് ക്വാളിറ്റി ഓഫ് ദ പ്രൊക്യൂർമെന്റ് സർവീസസ് അല്ലെ, ആ ഒരു പ്രൊക്യൂർമെന്റ് സർവീസിന്റെ ക്വാളിറ്റി അല്ലെ, ഗുണനിലവാരങ്ങള് എന്തൊക്കെയാണ്. an ability of the contractor to provide products with the expected quality. നമ്മൾ ഏതൊരു സാധനമാണെങ്കിലും വാങ്ങിക്കുന്ന സമയത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ക്വാളിറ്റി ഉണ്ടാവും. നിങ്ങൾ ഇപ്പൊ ഓൺലൈനിൽ പർച്ചേസ് ചെയ്യാറില്ലേ ഇല്ലേ? അപ്പൊ നിങ്ങൾ ഒരു പ്രോഡക്റ്റ് കാണുമ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു ക്വാളിറ്റി ഉണ്ടാവും അല്ലെ. അപ്പൊ വന്നു കഴിയുമ്പോ നമ്മൾ പ്രതീക്ഷിക്കുന്ന ക്വാളിറ്റി ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ആ റേറ്റിംഗ്സ് റിവ്യൂസ് നോക്കാം നമുക്ക് അല്ലെ. നമുക്ക് നമ്മൾ റിട്ടേൺ ചെയ്യില്ലേ. അപ്പൊ ഇവിടെ നോക്കുന്നോക്കിയേ, ക്വാളിറ്റി ഓഫ് ദ പ്രൊക്യൂർമെന്റ് സർവീസസ് and ability of the contractor to provide products with the expected quality. ആ ഒരു കോൺട്രാക്ടർ അല്ലെങ്കിൽ ആ ഒരു വെഞ്ചർ നമുക്ക് തരുന്ന ആ ഒരു പ്രോഡക്ട്സിൽ അല്ലെങ്കിൽ ആ ഒരു ഐറ്റംസിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ക്വാളിറ്റി ഉണ്ടോ അല്ലെ, ഗുണനിലവാരം ഉണ്ടോ. നെക്സ്റ്റ്, പാസ്റ്റ് പെർഫോമൻസ് റെക്കോർഡ്സുകൾ അല്ലെ. എന്താണ്, നമ്മ ഒരു വെൻഡേഴ്സിനെ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഓടിച്ചെന്ന് അവരെ പോസ്റ്റ് നോക്കി, ഡെലിവറി നോക്കി, ക്വാളിറ്റി നോക്കിയിട്ട് മാത്രമാണോ, അവരെ പാസ്റ്റ് പെർഫോമൻസ് റെക്കോർഡ്സുകൾ നമ്മൾ പരിശോധിക്കണം അല്ലെ. നമുക്ക് വിശ്വസിക്കാൻ ട്രസ്റ്റ് വർത്ത് ആണോ അല്ലെ, ഫസ്റ്റ് തന്നെ കാരുണ്യം പറഞ്ഞു അല്ലെ, ട്രസ്റ്റ് വർത്ത് ആണോ അല്ലെ, വിശ്വസ്യയോഗ്യരാണോ അല്ലെ എന്നുള്ള കാര്യം കൂടി നമ്മൾ എന്ത് വരുത്തണം, ഉറപ്പ് വരുത്തണം. ഓൺ ദ കോൺട്രാക്ടേഴ്സ് ആക്ടിവിറ്റീസ് അണ്ടർടേക്കൺ ഇൻ ദ പാസ്റ്റ് അല്ലെ, പാസ്റ്റ് മുമ്പ് ആ ഒരു ഓർഗനൈസേഷനിൽ അവർ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അല്ലെ, അവർ നമുക്ക് ലഭ്യമാക്കിയിട്ടുള്ള പ്രോഡക്ട്സുകളെ കുറിച്ച്, അവരുടെ ക്വാളിറ്റിയെ കുറിച്ച്, അവരുടെ ഡെലിവറി ടൈമിനെ കുറിച്ച്, അതിന്റെ കോസ്റ്റിനെ കുറിച്ച് എന്ത് ചെയ്യുക, വിലയിരുത്തൽ നടത്തുക. അവരുടെ പാസ്റ്റ് പെർഫോമൻസ് റെക്കോർഡ്സുകൾ വിലയിരുത്തുക. ഓക്കെ ആണോ? ഓക്കെ, ഇനി നെക്സ്റ്റ് സ്റ്റെപ്സ് ആണ് പറയുന്നത് കേട്ടോ. അപ്പൊ മിസ് അത് നമുക്ക് വെൻഡർ സെലക്ഷന് 7 സ്റ്റെപ്പുകളാണ് വരുന്നത്. അപ്പൊ അത് മിസ് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. അത് ഫുൾ അങ്ങോട്ട് എടുത്തില്ലെങ്കിൽ ഒരു ഇത് വരില്ല, കണ്ടിന്യൂറ്റി വരില്ല കേട്ടോ. അപ്പൊ മിസ് ഇന്ന് എടുത്ത ഭാഗങ്ങളൊന്ന് വായിച്ചേ, എല്ലാവരും കുറച്ച് നേരം ഒന്ന് വായിച്ചേ.
വായിച്ച എല്ലാവരും ഒന്ന്. മിസ് ജസ്റ്റ് നമ്മുടെ 7 സ്റ്റെപ്പുകൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാട്ടോ. ഇനി ടൈം ഉണ്ടല്ലോ. നമുക്ക് മിസ് ആദ്യത്തെയൊക്കെ പറഞ്ഞുതരാം. ജസ്റ്റ് മിസ് 7 സ്റ്റെപ്പ് മാത്രം ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം കേട്ടോ. ഫസ്റ്റ് നമ്മൾ ഒരു വെണ്ടറെ സെലക്ട് ചെയ്യുമ്പോൾ ആദ്യം എന്താ നമ്മൾ നോക്കുന്നത്? നമുക്കൊരു സാധനം ആവശ്യമുണ്ടോ അല്ലെ? അതല്ലേ ആദ്യം ചെയ്യുന്നത്. ഒരു മെറ്റീരിയൽ അല്ലെ, അല്ലെങ്കിൽ ഒരു ഗുഡ്സ് അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് നമുക്ക് ആവശ്യമുണ്ടോ എന്നുള്ള കാര്യമല്ലേ നമ്മൾ ആദ്യം വിലയിരുത്തുന്നത്, അനലൈസ് ചെയ്യും അല്ലെ. അപ്പൊ നോക്കിയേ, ഡിഫൈൻ ആൻഡ് അനലൈസ് ബിസിനസ് റിക്വയർമെന്റ്സ് അല്ലെ. നമുക്ക് ബിസിനസ് റിക്വയർമെന്റ്സ്, നമ്മുടെ ബിസിനസ് വേണ്ടി ആ ഒരു സാധനം അല്ലെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റ് നമുക്ക് ആവശ്യമുണ്ടോ എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? അനലൈസ് ചെയ്യുന്നു അല്ലെ, വിലയിരുത്തുന്നു. രണ്ടാമത്തെ സ്റ്റെപ്പ് വരുന്നത് എന്താ? നമ്മ വെൻഡേഴ്സ് കാൻഡിഡേറ്റ്സിനെ ഐഡന്റിഫൈ ചെയ്യണം അല്ലെ. നമുക്കറിയാം നമ്മുടെ ചുറ്റുപാട് ഒരു പ്രോഡക്റ്റ് വിൽക്കുന്ന ഒരാളോ രണ്ടാളോ ആണ് ഉള്ളത്. സെയിം പ്രോഡക്റ്റ് വിൽക്കുന്ന അല്ല അല്ലെ, ഒരുപാട് ആളുകളുണ്ട് അല്ലെ. പക്ഷെ ആ ഒരു പ്രോഡക്റ്റിന്റെ എന്താണ്, ചിലപ്പോ വിലയിൽ അല്ലെ, ക്വാളിറ്റിയില്, ടൈമിലൊക്കെ വ്യത്യാസങ്ങൾ വരാലോ. അവർക്ക് നമുക്ക് ലഭ്യമാക്കുന്ന അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഐഡന്റിഫൈ തേർഡ് പാർട്ടി കാൻഡിഡേറ്റ്സ്. അങ്ങനെ എന്ത് ചെയ്യാം? കുറച്ച് കാൻഡിഡേറ്റ്സിനെ, കുറച്ച് വെൻഡേഴ്സിനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് വെക്കണം അല്ലെ. നമുക്ക് ആ പ്രൊഡക്റ്റ് വാങ്ങുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് ആളുകൾ നമ്മൾ എന്താണ് അറിയാണ് അല്ലെ, ഐഡന്റിഫൈ ചെയ്യുന്നു. നെക്സ്റ്റ് എന്താണ്? ഡെവലപ്പ് ഇവാലുവേഷൻ ക്രൈറ്റീരിയ അല്ലെ. എന്താണ്? ഓരോ വെൻഡറിനെയും സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അവരെ വെയിറ്റിംഗ് അല്ലെ, അവര് ഇതിക്ക് മുമ്പ് ഈ ഒരു ഓർഗനൈസേഷന് പ്രോഡക്റ്റുകൾ കൊടുത്തിട്ടുണ്ടാവുമല്ലോ, അവരെ സ്കോർ ചെയ്യുക അല്ലെ, ഇവാലുവേഷൻ നടത്തുക അല്ലെ. അവര് കറക്റ്റ് ടൈമിൽ കൊടുത്തിട്ടുണ്ടോ, ക്വാളിറ്റിയിൽ കൊടുത്തിട്ടുണ്ടോ, അവരെ കോസ്റ്റ് എങ്ങനെയാണ് അല്ലെ, അതിന്റെ അടിസ്ഥാനത്തിൽ അവരെ സ്കോർ ചെയ്യുന്നു. ഓക്കെ അല്ലേ? മിസ് ജസ്റ്റ് ബ്രീഫ് ആയിട്ട് പറഞ്ഞതാണ്. അപ്പൊ എടുക്കുമ്പോ നിങ്ങൾക്ക് പെട്ടെന്ന് ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നെക്സ്റ്റ് എന്താണ്? കണ്ടക്ട് വെൻഡർ ബ്രീഫിംഗ്സ് അല്ലെ. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അങ്ങനെ ഇവാലുവേറ്റ് ചെയ്ത് അവർക്ക് സ്കോർ കൊടുത്തു കഴിഞ്ഞാല്, ടോപ്പ് സ്കോറുകൾ കിട്ടിയ ആളുകളെ വെച്ചിങ്ങാണ്ട് നമ്മൾ എന്ത് ചെയ്യും? വെൻഡേഴ്സിനെ വെച്ചിങ്ങാണ്ട് നമ്മൊരു മീറ്റിങ്ങൾ കൂടാറുണ്ട് അല്ലെ, ബ്രീഫിംഗ്സ് നടത്താറില്ലേ? അപ്പൊ ആ ഒരു വെൻഡേഴ്സുമായിട്ട് കണ്ടക്ട് വെൻഡർ ബ്രീഫിംഗ്സ് അല്ലെ, അവരെ പ്രോഡക്റ്റുകളെ കുറിച്ച് പറയാൻ അല്ലെ, അവർക്ക് എത്ര സമയത്തിനുള്ളിൽ ലഭ്യമാക്കാൻ സാധിക്കും അല്ലെ, അവർക്ക് എത്ര കോസ്റ്റില് നമുക്ക് തരാൻ സാധിക്കും അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു വെൻഡർ ബ്രീഫിംഗ്സ് നടത്തുന്നു. പിന്നെ എന്താണ്? അതിനുശേഷം നമ്മൾ അവരെ വീണ്ടും വിലയിരുത്തും അല്ലെ. നമ്മളോട് ചിലപ്പോ ആ ഒരു ബ്രീഫിംഗ്സ് നടത്തുന്നത് ഒരാളോ രണ്ടാളോ ആയിരിക്കും.
ഒരു വെഞ്ചറോ 2 വെഞ്ചറോ ആയിരിക്കോ? അല്ല അല്ലെ, ചിലപ്പോ ഒരു 6 7 10 ആളുകൾ ഉണ്ടാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആ ഒരു ബ്രീഫിങ്സ് നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും അവരെ വിലയിരുത്തണ്ടേ? അപ്പൊ വീണ്ടും അവരെന്ത് ചെയ്യുന്നുണ്ട്? ഇവാലുവേറ്റ് വെൻഡേഴ്സ് ആൻഡ് ഷെഡ്യൂൾ ഡെമോസ്. നമ്മ മെറ്റീരിയൽസ് മാനേജ്മെന്റിൽ പറഞ്ഞു, നമ്മ സൈറ്റ് അല്ലെ എൻക്വയറി നടത്താറുണ്ടെന്ന് പറഞ്ഞല്ലോ, സൈറ്റ് വിസിറ്റ് നടത്താറുണ്ട് അല്ലെ. എന്തിനു വേണ്ടിയിട്ടാണ്? ഡെമോസ് കാണാൻ, അവര് തരുന്ന പ്രോഡക്റ്റുകളുടെ ഒരു സാമ്പിള് കാണാൻ വേണ്ടിയിട്ട് അല്ലെ. ക്വാളിറ്റി ഉണ്ടോ അല്ലെ, ഇവര് പറഞ്ഞ കാര്യങ്ങള് കറക്റ്റ് ആണോ അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഷെഡ്യൂൾ ഡെമോസുകള്, പിന്നെ എന്താണ്? വെൻഡേഴ്സിനെ അവരുടെ ബ്രീഫിങ്സിന്റെ അടിസ്ഥാനത്തിൽ ഇവാലുവേറ്റ് ചെയ്യുക. ഓക്കെ അല്ലേ? അപ്പൊ അങ്ങനെ ഇവാലുവേറ്റ് ചെയ്ത്, രണ്ടാമത് അവരെ ബ്രീഫിങ്സ് കേട്ട് നമ്മൾ ഇവാലുവേറ്റ് ചെയ്ത് അവരുടെ ഡെമോസ് കണ്ടതിന് ശേഷം നമ്മൾ അവരെ ഫിക്സ് ചെയ്യുമല്ലോ. കംപ്ലീറ്റ് വെൻഡർ സെലക്ഷൻ അല്ലെ. ആ വെൻഡർ സെലക്ഷൻ കംപ്ലീറ്റ് ആവുകയാണ്. അപ്പൊ എന്താ അതിന്റെ അർത്ഥം? എന്താ? നമ്മ ഒരു വെൻഡറിനെ സെലക്ട് ചെയ്തു അല്ലെ. വെൻഡറിനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഒരു വെൻഡറിനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ? കോൺട്രാക്ട് സൈൻ ചെയ്യിക്കുക അല്ലെ. അവര് ഇത്ര ടൈമിൽ നമുക്ക് പ്രോഡക്റ്റ് ലഭ്യമാക്കും, ഇത്ര ലീഡ് ടൈമിന് ലഭ്യമാക്കും അല്ലെ, ഇത്ര ക്വാളിറ്റിയിൽ ഇത്ര ക്വാണ്ടിറ്റിയിൽ ലഭ്യമാക്കും എന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യും? നമ്മ ഒരു കോൺട്രാക്ട് എഴുതി സൈൻ ചെയ്യിക്കും അല്ലേ. അപ്പൊ ലാസ്റ്റ് വരുന്നത് എന്താ? 6th സ്റ്റെപ്പ് വരുന്നത് കംപ്ലീറ്റ് ദ വെൻഡർ സെലക്ഷൻ അല്ലെ. ആ ഒരു വെൻഡർ സെലക്ഷൻ കംപ്ലീറ്റ് ആയി, അതിനൊരു കൺക്ലൂഷൻ ലഭിച്ചു അല്ലെ. നെക്സ്റ്റ് പറയുന്നത് കംപ്ലീറ്റ് കോൺട്രാക്ടിങ് വിത്ത് ദി വെഞ്ചർ. വെഞ്ചറുമായിട്ട് ഒരു കോൺട്രാക്ട് സൈൻ ചെയ്യുക അല്ലെ, കംപ്ലീറ്റ് ചെയ്യുക. ഇതൊക്കെയാണോ? മിസ് ഇനി നെക്സ്റ്റ് ക്ലാസ്സിലൊക്കെ ജസ്റ്റ് വേഗം അങ്ങോട്ട് പറഞ്ഞു പോകാം. ഒരു ഏകദേശം ഐഡിയ കിട്ടിയില്ലേ? വെൻഡർ സെലക്ഷനിലുള്ള സ്റ്റെപ്പുകൾ എന്തൊക്കെയാണ് അല്ലെ, ഓരോ സ്റ്റെപ്പുകളിലും എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ചെയ്യുന്നത് എന്നൊക്കെ ഉള്ള ഒരു ചെറിയൊരു ഐഡിയ കിട്ടിയാലോ? അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ മിസ് അത് എടുത്തു തരാം കേട്ടോ. ആ ഒരു സെക്ഷൻ എടുക്കാം. അപ്പൊ മിസ് ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഓക്കെ ആണോ? ക്ലിയർ ആണോ മിസ് ഇന്ന് എടുത്തത്? അപ്പൊ മിസ് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാണ്. ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു ഓൾ.